ക്കണം. നന്മയും തിന്മയും നമുക്കറിയാം. എന്നാൽ ഇവിടെ ഈശോ പറയുന്ന ഈ ഉപമയിൽ ഒരു പ്രത്യേകത എന്താണ്? നന്മയും തിന്മയും തിരിച്ചറിയുന്ന മനുഷ്യരെ രണ്ട് വിഭാഗങ്ങളെ ഈശോ ചൂണ്ടിക്കാണിക്കുന്നു. ഒരു വിഭാഗം മറ്റുള്ളവരെ സ്നേഹിക്കുന്നത്, ഒരു വിഭാഗം മറ്റുള്ളവരെ സ്നേഹിക്കാത്തത്. അത് സ്നേഹിക്കുന്നവൻ സ്വർഗത്തിലും സ്നേഹിക്കാത്തവൻ നരകത്തിലും പോകുമെന്ന് ഈശോ വ്യക്തമായി പറയുന്നു. ഇതാ എഫേസ്യോസ് 3:19 നമ്മളിങ്ങനെ വായിക്കുന്നു: അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കാനും അതുവഴി ദൈവത്തിൻ്റെ സമ്പൂർണതയാൽ നിങ്ങൾ പൂരിതരാകാനും ഇടയാകട്ടെ. അറിവിനെ അതിശയിക്കുന്ന സ്നേഹം, അതാണ് ക്രിസ്തു പറയുന്ന സ്നേഹം. അറിവല്ല. അറിവ് അന്ന് ആ പർദീസയിൽ നിന്ന് കിട്ടിയതാണ്. പക്ഷേ അതുകൊണ്ട് ഇന്ന് വരെ നമുക്കൊരു ഉപകാരമില്ലാത്ത അവസ്ഥയാണ്. നമുക്കെല്ലാം അറിയാം, എങ്കിലും നമ്മൾ വലിയ തെറ്റിൽ വീണു പോകുന്നു.